നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. എം സ്വരാജ് ഒരു ചെറിയ മീനല്ല. നിലമ്പൂരിൽ ഇനി കാണാൻ പോകുന്നത് തീ പാറുന്ന മത്സരമായിരിക്കും. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ CPM നേതൃത്വം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് രംഗത്ത് വരികയും കോൺഗ്രസും UDF കടുത്ത ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ പിന്നെ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ അഭികാമ്യമെന്ന് CPM നേതൃത്വം കരുതി. PV അൻവർ ഉടന്തടിച്ച് നിൽക്കുമ്പോൾ UDFന് പറയുന്നത് പോലൊരു രാഷ്ട്രീയ നേട്ടം വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് CPM നേതൃത്വത്തിന് മനസ്സിലായി. ഇതോടുകൂടിയാണ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം ശക്തമായത്. ഇതിനു മുന്നേ തന്നെ ഏതാണ്ട് 2 മാസം മുമ്പ് തന്നെ കലാകൗമുദി ഓൺലൈനിലൂടെ എം സ്വരാജായിരിക്കും CPM സ്ഥാനാർത്ഥി എന്ന സൂചന നമ്മൾ നൽകിയിരുന്നു. അന്നും സ്വരാജിന്റെ പേര് CPM വൃത്തങ്ങളിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ സ്വരാജായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പുറത്ത് അറിയരുതെന്ന് CPM നേതൃത്വത്തിന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വരാജിനെ ആദ്യം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ മത്സരത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ നിലമ്പൂരിലേക്ക് വിടുകയായിരുന്നു. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടക്കാരൻ എന്ന പദവിയാണ് ആദ്യം CPM സ്വരാജ് നൽകിയത്. അത് ശരിക്കും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അടവായിരുന്നു. സ്വരാജ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നും, എന്നാൽ അതിപ്പോൾ പുറത്തു പറഞ്ഞാൽ മറ്റു പല ഘടകങ്ങൾ അവിടെ സ്വരാജിനെതിരെ പ്രവർത്തിക്കുമെന്നും CPM മനസ്സിലാക്കി. ഇതോടെ CPMനെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ നിലമ്പൂരിലേക്ക് അയക്കുകയായിരുന്നു. നിലമ്പൂരിലെത്തി 2 മാസത്തോളം അവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങളുമായി ഇടപഴകി നല്ലൊരു ബന്ധം സ്വരാജ് ഉണ്ടാക്കിയെടുത്തതോടെ സ്വരാജിനെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയാക്കി CPM പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത് ശരിക്കും UDFന്റെ തലയ്ക്കുള്ള കൂടം കൊണ്ടുള്ള അടിയായിരുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ മുൻനിർത്തി എളുപ്പത്തിൽ കയറിക്കൂടാമെന്നാണ് UDF നേതൃത്വം കരുതിയത്. PV അൻവർ എത്ര ബലം പിടിച്ചാലും ആര്യാടൻ ഷൗക്കത്ത് 10,000 വോട്ടിനെങ്കിലും ജയിച്ചു കയറുമെന്നും, കാരണം അവിടെ BJPക്ക് സ്ഥാനാർത്ഥിയില്ല, CPM നിർത്തുന്നത് ഒരു സ്വതന്ത്രനെയായിരിക്കും. BJPക്ക് സ്ഥാനാർത്ഥിയില്ലെന്നതും CPM സ്ഥാനാർത്ഥി സ്വതന്ത്രനായിരിക്കുമെന്നുള്ളതും തങ്ങൾക്ക് ഗുണപരമാകുമെന്നാണ് UDF നേതൃത്വം കണക്കൂട്ടിയത്. അവർ സ്വപ്നത്തിൽ എം സ്വരാജിനെ അവിടെ CPM സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുമെന്ന് വിചാരിച്ചേയില്ല. എന്നാൽ മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും CPMന്റെ ഉന്നത നേതാക്കളും കഴിഞ്ഞ 2 ആഴ്ചയായി സ്വരാജിന്റെ പേരിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. അവസാന ഘട്ടത്തിൽ എം സ്വരാജിനെ CPM സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകൾ ചില CPM നേതാക്കൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ PV അൻവറിന്റെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും തമ്മിലുള്ള പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാൻ നെട്ടോട്ടം ഓടുന്ന UDF നേതൃത്വം LDFന്റെ ഈ തന്ത്രം മനസ്സിലാക്കാൻ വൈകിപ്പോയിരുന്നു. അതോടുകൂടി എം സ്വരാജിനെതിരെ ഇനി കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടത്തേണ്ട അവസ്ഥയിലേക്ക് UDF എത്തിച്ചേർന്നിരിക്കുകയാണ്. മുസ്ലിം ലീഗ് നേതൃത്വം നേരത്തെ തന്നെ ഇത് മനസ്സിലാക്കിയിരുന്നു. പിണറായി വിജയൻ നിലമ്പൂരിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ സാധ്യതയുണ്ടെന്നും സൂക്ഷിച്ചിരിക്കണമെന്നും മുസ്ലിം ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നത്രേ. എന്നാൽ പരസ്പരമുള്ള അടിമൂലം ഈ മുന്നറിയിപ്പ് കോൺഗ്രസ് നേതൃത്വം അവഗണിക്കുകയായിരുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, നിലമ്പൂരിൽ അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം തന്നെ നടക്കുകയാണ്. തീ പാറുന്ന മത്സരമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വിജയസാധ്യത ആർക്കെന്ന് പറയുക പ്രവചിക്കാനേ വയ്യ. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിന് ഈസി വാക്ക് ഓവർ ഉണ്ടാകുമെന്ന് കരുതിയ കോൺഗ്രസ് നേതാക്കളെല്ലാം ഇപ്പോൾ അബദ്ധം പറ്റിപ്പോയ അവസ്ഥയിലാണ്. സ്വരാജ് ആകട്ടെ പ്രചരണത്തിൽ മുന്നേറാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിനെ പിടിച്ചു കെട്ടും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് സ്വരാജ് മുന്നോട്ട് പോകുന്നതെന്നാണ് CPM വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ സർജിക്കൽ സ്ട്രൈക്ക് CPMനും ഇടതുമുന്നണിക്കും ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഗുണം ചെയ്തു എന്നതാണ് വസ്തുത.